പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് ചില പൊതു മീഡിയയിൽ വരാത്ത ചില വാർത്തകളാണ്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് വലിയ സ്ഥിരീകരണമില്ല എന്ന് ഒരു മുൻകൂർ ജാമ്യം നേരത്തെ എടുക്കട്ടെ. നമ്മൾ പറഞ്ഞു വരുന്നത് അൽ മുക്തദാർ ജ്വല്ലറിയെ പറ്റിയിട്ടാണ്. 1000-ഓളം കോടി രൂപ കേരളത്തിൽ വെട്ടിച്ചിട്ട് വിദേശത്ത് മുങ്ങി നടക്കുന്ന അൽ മുക്തദാറിൻ്റെ മുതലാളിയെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും കുറേ കാര്യങ്ങൾ അറിയാം. എന്നാൽ നമുക്ക് ഇനിയും അറിഞ്ഞുകൂടാത്ത കുറച്ച് കാര്യങ്ങൾ. അദ്ദേഹം ഒരു ഉള്ളി മുതലാളിയായിട്ടാണ് തുടങ്ങിയത്. ഉള്ളി കയറ്റുമതിയാണ് പുള്ളിക്കാരൻ്റെ തുടക്കം തിരുവനന്തപുരത്ത്. എന്തായാലും ഉള്ളി കയറ്റുമതി 8 നിലയിൽ പൊട്ടി. അത് കഴിഞ്ഞ് 2 ജ്വല്ലറി മുതലാളിമാരുടെ മക്കളെ അദ്ദേഹം കല്യാണം കഴിക്കേണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം ജ്വല്ലറി ഫീൽഡ് ഉള്ളിയിൽ നിന്ന് ജ്വല്ലറിയിലോട്ട് മാറുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് പോയപ്പോൾ കണ്ടത് ഒരു വക്കീൽ ഓഫീസിലാണ് കണ്ടത്. അവിടെ ചെയ്യുന്നത് ഈ ജ്വല്ലറിയിലെ സ്വർണത്തിന് വേണ്ടിയിട്ട് പൈസ നിക്ഷേപിച്ചവരെ ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡർമാരാക്കുന്ന ഒരു പ്രോസസ്സാണ് ഞാൻ കണ്ടത്. ഈ പൊട്ടിയ കമ്പനിയുടെ ഷെയർ വാങ്ങിക്കാനും ആൾക്കാർ ക്യൂ നിൽക്കുന്നു എന്നുള്ളത് ഒരു വൈരുദ്ധ്യമാണ്. പക്ഷെ കേരളത്തിൽ അത് നടക്കും. സ്വർണ്ണക്കട്ടയിൽ നിന്ന് ഉരുപ്പടി തന്നെത്താനെ ഇറങ്ങി വരുമെന്ന് വിചാരിച്ച് പൈസ അടച്ച മണ്ടന്മാരാണ് അവർ. അവർക്ക് ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കുന്നതിനകത്തും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു ഒത്തുതീർപ്പിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം കല്യാണം കഴിച്ച ഹിന്ദു നാമധാരിയായ കാർത്തിക എന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയെ, ചിലപ്പോൾ പേര് മാറ്റിക്കാണോ എനിക്കറിയില്ല, ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് അവിടുന്ന് കിട്ടിയ വിവരം. കൂടുതൽ 84ഓളം കേസുകൾ അദ്ദേഹത്തിനെതിരായിട്ട് ഫയൽ ചെയ്തിട്ടും എന്തിന് ഒരു കാഫർ സ്ക്രീൻഷോട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രത്യേക അന്വേഷണ കമ്മീഷനെ വച്ച ചെന്നിത്തലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സെക്രട്ടേറിയറ്റിൽ നിന്നും കഷ്ടിച്ച് 200 മീറ്റർ മാത്രം ദൂരത്തിൽ അൽ മുക്തദാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജ്വല്ലറി നടത്തുന്ന ആൾ പറ്റിച്ചിട്ട് പോയ വിവരം അദ്ദേഹം ഇതുവരെ അറിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ പരമ്പര തുടങ്ങുന്നത് 2024 നമ്മുടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, അതായത് നമുക്ക് ISI മാർക്കൊക്കെ തരുന്ന സ്ഥാപനമാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ആ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡുകാർ അദ്ദേഹത്തിൻ്റെ ജ്വല്ലറികളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഒരു റെയ്ഡ് നടത്തിയുണ്ടായി. എൻക്വയറി നോക്കുമ്പോൾ അനധികൃതമായിട്ട് 916 ലേബൽ ഒട്ടിക്കുന്നു എന്നുള്ള കാര്യം അവർക്ക് ബോധ്യമായി. ഈ അന്വേഷണത്തിനെതിരായിട്ട് ഇദ്ദേഹം കേരള ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ ബെഞ്ചായിരുന്നു ആ കേസിൽ വിധി പ്രഖ്യാപിച്ചത്. അദ്ദേഹം പറഞ്ഞത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നടത്തിയ നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അന്വേഷണങ്ങൾ കൃത്യമായിട്ടും ആ ആക്ട് പ്രകാരമുള്ള നിയമപ്രകാരമുള്ള നടപടികളാണെന്നും അതിനകത്ത് ഈ കോടതിക്ക് ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല എന്നുമാണ് അദ്ദേഹം വിധിച്ചത്. അപ്പോൾ ആദ്യത്തെ റെയ്ഡ് നടക്കുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൻ്റെ ആണ്. അത് കഴിഞ്ഞ ഉടനെ എനിക്ക് തോന്നുന്നത് അത് സെൻട്രൽ ഗവൺമെൻറ്റിനെ പ്രകോപിപ്പിക്കുന്ന ഒരു രീതിയിലേക്കാണ് ശ്രീ മൻസൂർ പോയത്. അത് കഴിഞ്ഞ് ഇൻകം ടാക്സിൻ്റെ റെയ്ഡായി. ഇൻകം ടാക്സ് റെയ്ഡ് നടന്നപ്പോഴത്തേക്ക് അവർക്ക് പല ഇൻക്രിമിനേറ്റിംഗ് ഡോക്യുമെൻസും അവിടെ നിന്ന് കിട്ടുകയുണ്ടായി. ആ സമയത്ത് ഞാനും ആ സമയപ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നതോടെ ആശാന്റെ പണി പൂട്ടി എന്നാണ് നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറകെ അദ്ദേഹത്തിൻ്റെ ജ്വല്ലറി ഷോപ്പുകൾ ഓരോന്നായിട്ട് അടച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വക്കീലിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചത്, ഒരേ ബിൽഡിങ്ങിൽ ഒരേ ജ്വല്ലറിയിൽ 5-6 ഷോപ്പുകൾ പുള്ളിക്കാരൻ തുറന്നിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം തന്ന മറുപടി എനിക്ക് വിശ്വസനീയമാണെന്ന് തോന്നി. അതായത് ഇവർക്ക് സ്വർണം കടം കൊടുക്കുന്ന ആൾക്കാരുണ്ട്, സ്വർണം പണിത് ജ്വല്ലറികൾക്ക് കടം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവർ ഒരു ജ്വല്ലറിക്ക് ഇത്ര അളവ് സ്വർണം മാത്രമേ കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് അവരിൽ നിന്ന് കൂടുതൽ സ്വർണം കടം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഒരേ ജ്വല്ലറിയിൽ 5 ബോർഡ് വെച്ചിട്ട് 5 സ്ഥാപനങ്ങൾ നടത്തുന്നത്. ഇനി അദ്ദേഹത്തിനെ കാണാൻ വന്ന അദ്ദേഹത്തിൻ്റെ ഒരു ക്ലയൻറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു വിവരം, തിരുവനന്തപുരത്ത് ചാലയിൽ ഓറഞ്ചും മുന്തിരിയും വിറ്റുകൊണ്ട് നടന്ന താടിക്കാരെയാണ് ആ ജ്വല്ലറിയിൽ പിടിച്ച് ഉദ്യോഗസ്ഥന്മാരും മാനേജർമാരുമായിട്ട് വെച്ചത് എന്നാണ്. അതായത് ഈ സ്വർണത്തിനെ പറ്റിയിട്ടോ കച്ചവടത്തിനെ പറ്റിയിട്ടോ ABCD അറിഞ്ഞൂടാത്തവരെയാണ് അവർ സ്റ്റാഫായിട്ട് എടുത്തത്. വെറും മതം മാത്രം അടിസ്ഥാനമാക്കി. നമ്മളൊരു മന്ത്രി പറഞ്ഞ മതമാണ് പ്രശ്നം. അവിടെ അദ്ദേഹം മതമാണ് വിൽക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് ഈ കേസിൽ ഉൾപ്പെട്ട മിക്കവരും ആ ഒരു പ്രത്യേക മതത്തിലുള്ളവരായിരുന്നു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളത്തിലെ മുഖ്യധാരാ പാർട്ടികളിൽ ഒരു പാർട്ടി പോലും ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുകയോ ഇദ്ദേഹത്തിനെതിരായിട്ട് കേസ് അന്വേഷിക്കണമെന്ന് പറയുകയോ ഒന്നും ചെയ്യുകയുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. നമ്മൾ ആശ്ചര്യപ്പെടുത്തുന്നുണ്ട്. പിന്നെ മുഖ്യധാര പ്രിന്റ് മീഡിയ, മനോരമ, മാതൃഭൂമി പോലുള്ള പത്രങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു ജന്മഭൂമിക്ക് പോലും ജാക്കറ്റ് പരസ്യം കൊടുത്താണ്, ഫ്രണ്ട് പേജിൽ ജാക്കറ്റ് പരസ്യം കൊടുത്താണ് അൽ മുക്തദാർ തുടങ്ങുന്നത്. അപ്പോൾ ഈ പത്രങ്ങൾക്കും പ്രിന്റ് മീഡിയയ്ക്കും ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് ജനങ്ങളോട് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അവർ എല്ലാവരും അൽ മുക്തദാർ എന്നുള്ള പേര് തന്നെ പലരും മറന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ്. എന്തായാലും ഈ 1000-ഓളം കോടി രൂപ നിക്ഷേപകരാണ് വഞ്ചിച്ചത്. അതിൻ്റെ ഇരട്ടിയോളം തുക പല മാർവാടികളിൽ നിന്നും, അതായത് സ്വർണം വിൽപ്പനയ്ക്ക് എത്തിച്ചു കൊടുക്കുന്ന മാർവാടികളിൽ നിന്നും ഇദ്ദേഹം വീണ്ടും പറ്റിച്ചിട്ടുണ്ടാവാം. അപ്പോൾ 1000 കോടി എന്നുള്ള നിക്ഷേപകരുടെ 1000 കോടി, ഈ മുതലാളിമാരുടെ 1000 കോടി, ഇതിന് പലരും 20 കോടിയൊക്കെ നിക്ഷേപിച്ച ആൾക്കാരുണ്ട് ഈ ജുവലറിയിൽ, 20 കോടി രൂപയൊക്കെ. അവർക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കള്ളപ്പണം. എപ്പോഴോ ഒരിക്കൽ കണ്ടെയ്നറിൽ വന്ന നോട്ടുകളിൽ കുറേ അൽ മുക്തദാറിലും വന്നിരിക്കണം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും കള്ളപ്പണത്തിൻ്റെ പൂണ്ട് വിളയാടലിൽ മൻസൂർ മുങ്ങി നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ അറസ്റ്റിൻ്റെ സ്ഥിരീകരണം ഇതുവരെയും വന്നിട്ടില്ല. അവരെ പല പ്രാവശ്യം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചെങ്കിലും അവർ അറസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് ഒരു പ്രഷർ ടാക്ടിക്സ് ആയിട്ടാണ് ആ വക്കീൽ എൻ്റെ അടുത്ത് പറഞ്ഞത്. അതായത് മൻസൂറിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ ജനങ്ങളുടെ രോഷം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു നാടകമാണ് അവരുടെ അറസ്റ്റ് എന്നാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ജ്വല്ലറിയിൽ ഒരു സീനിയർ മാനേജർ ഇപ്പോഴും കസ്റ്റഡിയിലാണ്. കേസന്വേഷണം അതിൻ്റെതായ രീതിയിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്നും പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് മനസ്സിലാവും. നന്ദി, നമസ്കാരം.